ജസ്റ്റ് റൈറ്റ് മീഡിയ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അതെ, ഇന്ന് ജസ്റ്റ് റൈറ്റ് മീഡിയ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു സന്തോഷ വിശേഷമായിട്ട് പങ്കുവെക്കുന്നു. അതെ, ഖത്തറിലെ ഒരു ഗ്രൂപ്പ് ഓഫ് കലാകാരന്മാർ അവർ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കുകയുണ്ടായി. അതിന്റെ ട്രെയിലർ സോഫ്റ്റ് ലോഞ്ചിങ് ഇന്ന് സ്കിൽ ഡെവലപ്മെന്റിൽ വെച്ചിട്ട് ചലച്ചിത്ര കാന്താര എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിലൂടെ അച്ഛൻ രാജവേഷം ചെയ്തുകൊണ്ട് ലോക സിനിമയുടെ ശ്രദ്ധയാകർഷിച്ച ഹരിപ്രശാന്ത് വർമ്മയാണ് അത് നിർവഹിക്കുന്നത്. കൂടാതെ ഖത്തറിലെ റേഡിയോ ജോക്കി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആർജെ സൂരജും സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. പോരാത്തതിന് റൌഫ് ഭായ്, സുബൈർ ഭായ്, പ്രോഗ്രാം ഡയറക്ടർമാർ, ഫുൾ ടീം തന്നെ ഇവിടെ ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു അടിച്ചാവളി സംഗീത വിരുന്നും ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പറഞ്ഞു നിൽക്കാൻ സമയമില്ല, പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ വിശേഷങ്ങളിലേക്ക്. ഖത്തറിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ പ്രവാസികളിൽ നിന്നും കലാവാസനയുള്ള, അഭിനയ മികവുള്ള, അഭിനയ മോഹമുള്ള ഒരു കൂട്ടം കലാകാരന്മാരെ കോർത്തിണക്കി ഷാഹിദ് പുത്തനത്താണി എന്ന സംവിധായകൻ ക്യാമറയും സംവിധാനവും നിർവഹിച്ച, തികച്ചു മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത, ഇന്ന് റിലീസ് ചെയ്യുന്ന കാസർഗോഡ് ടു ഖത്തർ എന്ന ഹോം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇനി കാണുന്നത്. ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്സലാമലൈക്കും. ഗുഡ് ഈവനിങ്. സുഖല്ലേ? എന്ത് രസം ഇവിടെയൊക്കെ കാണുന്നതിന്. കാരണം കുറെ കാലമായിട്ട് നമ്മളൊന്നും ഇതേപോലെ എവിടെയും ഒത്തുകൂടിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും കുറെ കാലം നമുക്കൊക്കെ അന്യമായി നിന്നിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്, അത് നടക്കുന്നത്. ട്രെയിലർ ലോഞ്ച് മാത്രമല്ല കേട്ടോ, ഒരു ഷോർട്ട് ഫിലിമിന്റെ റിലീസിങ്ങും നടക്കുന്നുണ്ട് ഇതിന്റെ കൂടെ. അപ്പോൾ റിലീസിങ്ങും ട്രെയിലർ ലോഞ്ചും അതിന്റെ കൂടെ ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സിന്റെ സംഗീത വിരുന്നോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ പരിപാടി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും, വീണ് കിട്ടുന്ന ഓരോ നിമിഷവും ആഘോഷിക്കുക, സന്തോഷിക്കുക, സ്നേഹിക്കുക, സ്നേഹം പങ്കിടുക എന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഖത്തർ മലയാളികൾ എന്ന നമ്മൾക്ക് ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ ട്രെയിലർ ലോഞ്ചിന്റെ കാസർഗോഡ് ടു ഖത്തർ എന്ന ഈ സിനിമയുടെ ട്രെയിലർ ലോഞ്ച്, അതുപോലെ തന്നെ വിഷുക്കണി എന്ന സിനിമയുടെ റിലീസിംഗ് ഈ വേദിയിൽ വെച്ച് നടക്കുന്നതാണ്.
അതിന്റെ ഭാഗമായി ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന ഈ സംഗീത വിരുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങളെ ഏവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ കൃത്യമായി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത ആഘോഷ പരിപാടികളിലേക്ക് പോകാം. ആദ്യം തന്നെ ഈ ടീം കാസർഗോഡ് ടു ഖത്തറിന്റെ പേരിൽ ക്യൂ മെലോഡിയ എന്റർടൈൻമെന്റ്സിന്റെ പേരിൽ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും കൃത്യമായ വിഷു ആശംസകൾ അഡ്വാൻസ്ലി അറിയിച്ചുകൊണ്ട് ആദ്യ ഗാനത്തിനായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു വിഷു ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ തുടക്കത്തിൽ, അല്ലെ? വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 56ഓളം ആൽബങ്ങളിൽ സംഗീതം ആലപിച്ച ഖത്തറിൽ നടന്നിട്ടുള്ള ഇഷൽ ഖത്തർ എന്ന റിയാലിറ്റി ഷോയിലെ വിന്നർ കൂടിയായി ഇപ്പോൾ ചില ടെലിഫിലിമുകളിലൊക്കെ തന്നെ സംഗീത ആലാപന രംഗത്ത് ഗായകനായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ ഗായകൻ, ഖത്തറിന്റെ സ്വന്തം ഗായകനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ നൗഷാദ് കുമ്മൻകോട് ഓൺ സ്റ്റേജ്. അസ്സലാമു അലൈക്കും, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഒരുപാട് സന്തോഷം ക്യൂ മെലോഡിയുടെ ഒരു പ്രോഗ്രാമിൽ വരാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം ഈ കാര്യത്തിലില്ല. കാരണം ഖത്തർ മലയാളികൾക്ക് വളരെയധികം സുപരിചിതനാണ്. ഖത്തറിലുള്ള ഗായകരിൽ മാപ്പിളപ്പാട്ട് എന്ന ഒരു വാചകം പറയുമ്പോൾ അതിന്റെ കൂടെ ഈക്വൽ ടു എന്ന് പറയുന്ന ഒരാളുണ്ട്. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്ത ഗാനത്തിനായി പ്രിയ ഗായകൻ അൽത്താഫ് വള്ളിക്കാട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ബഹുമാന്യരായിട്ടുള്ള അതിഥികൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു വേദി നമുക്ക് ഒരുക്കി തരുന്നതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് കോഴിക്കോട് പ്രവാസി അസോസിയേഷൻ KPAQ എന്ന സംഘടനയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിനോട് സഹകരിച്ച സ്ഥാപനങ്ങൾ ഫ്യൂച്ചർ പോയിന്റ്, ബിലാദി ട്രേഡിംഗ്, ദോഹ ബ്രെഡ്, ഖൈറ ആൻഡ് ഖൈറ ബ്യൂട്ടി പാർലർ, ഏസ് സൊല്യൂഷൻ ആൻഡ് അവർ മീഡിയ പാർട്ട്നേഴ്സ് ജസ്റ്റ് റൈറ്റ് മീഡിയ. നമ്മുടെ ഈ ട്രെയിലർ ലോഞ്ചിന്റെ മുഴുവൻ മീഡിയയും കവറപ്പ് ചെയ്യുന്നത് ജസ്റ്റ് റൈറ്റ് മീഡിയ എന്നുള്ളതാണ്. ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ പ്രവർത്തകരാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് വേണ്ടിയിട്ട് നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാം. ഈ ഒരു പരിപാടി യൂട്യൂബിലൂടെ ട്രെയിലർ ലോഞ്ചിന്റെ അതിന്റെ പ്രധാന ഭാഗങ്ങൾ ക്ലിപ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ വരാൻ പോവുകയാണ്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ട്രെയിലർ ലോഞ്ച് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി നിങ്ങളടക്കം, ഞാനും നിങ്ങളും അടക്കം ഇവിടെ അണിനിരന്നിട്ടുള്ള ഈ ഒരു പരിപാടി പുറം ലോകത്തേക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടും എത്തിക്കുന്ന ഈ ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ ജസ്റ്റ് റൈറ്റ് മീഡിയ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിന്റെ സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഫോണുണ്ടല്ലോ അല്ലേ എല്ലാവരുടെ കയ്യിൽ. വെറുതെ ജസ്റ്റിനെ വാട്സപ്പ് നോക്കുന്ന നേരം യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ജസ്റ്റ് റൈറ്റ് മീഡിയ ഒന്ന് ടൈപ്പ് ചെയ്യുക. ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് അത് ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ ഒരു സാധനം മലയാളികളുടെ ഇടയിൽ ലോകത്തിന് മുന്നിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന
നമ്മൾക്ക് സഹായമായിട്ട് എത്തിയിട്ടുള്ള ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു അവസരത്തിൽ. കാസർഗോഡ് ടു ഖത്തർ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന്റെ ഈ ഒരു സംഗീത നിശയിലേക്ക് അടുത്ത ഗാനവുമായി എത്തുന്നത് ദ സിംഗർ ഷാഹിദ് ഷാ ആൻഡ് ഹിപ. നീ കെട്ടി വീരച്ചേ ഈ പൊട്ടിപ്പെണ്ണോട് ഇഷ്ടം കൂടാൻ കഷ്ടം തന്നെ. നീ കെട്ടി വീരച്ചേ ഈ പൊട്ടിപ്പെണ്ണോട് ഇഷ്ടം കൂടാൻ കഷ്ടം തന്നെ. ശാന്തി നികേതൻ സ്കൂളിലെ ഒരു അധ്യാപികയാണ്. ടീച്ചറെ ഒന്ന് വരാം. നമ്മുടെ രചന ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, പ്ലീസ്. Titled Keraliyam, and this painting is very close to my heart, and I took almost 6 months to complete it. From the fire of Theyyam to the grace of Mohiniyattam, the rhythm of Vallamkali, Kalari, Kathakali, and Autumn Thulil, to the powerful sounds of Kumbu and Tudi. കേരളത്തിന്റെ കലാ സാംസ്കാരിക പൈതൃകങ്ങൾ വിളിച്ചോതുന്ന മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ ക്യാൻവാസിൽ പകർത്തി ടീച്ചർ തന്നെ അതിന്റെ ചിത്രരചനയും അതുപോലെ തന്നെ അതിന്റെ പെയിന്റിംഗ് ഒക്കെ നിർവഹിച്ചു, അല്ലെ? അപ്പോ അതിന്റെ മുൻപ് നമുക്കൊന്നൊന്നുകൊണ്ട് വൈബായിട്ടിരിക്കാം. നമുക്ക് നേരെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സോങ്ങിലേക്കാണ് നമുക്കങ്ങ് പോവാം.
നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം കൊല്ലം ഷാഫിയുടെ ഒരു ട്രെൻഡിങ് സോങ് ആണ് അടുത്തതായിട്ട് വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അൽത്താഫ് വള്ളിക്കാട് ആൻഡ് രചന. കുഞ്ചിലെ കുഞ്ചിലെ പെണ്ണെ തുള്ളിക്കളിക്കല്ല പെണ്ണെ അങ്ങല് വന്നല്ലോ പെണ്ണെ ചാരത്ത് വന്നു ഞാൻ നിൽക്കും നിന്റെ വാക്ക് പാലിനെ കാട്ടും ആ കമിളത്ത് മൊത്തം ഞാൻ നൽകും പെണ്ണെ തുള്ളിക്കളിക്കല്ലോ പെണ്ണെ അങ്ങല് വന്നല്ലോ പെണ്ണെ പ്രവാസി മലയാളികളെ അതിൽ അഭിനയിക്കുന്നവരുണ്ടാവാം, അഭിനയ മോഹമുള്ളവരുണ്ടാവാം, ആഗ്രഹങ്ങളുള്ളവരുണ്ടാവാം, സ്വപ്നങ്ങളുള്ളവരുണ്ടാവാം. ഇത്തരം ആളുകളെ ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സംവിധായകൻ ശ്രീ ഷാഹിദ് പുത്തനത്താണി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാൻ പോകുന്ന ഹോം സിനിമ കാസർഗോഡ് ടു ഖത്തർ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന്റെ ചടങ്ങിലേക്കാണ് ഈ ആളുകൾ മുഴുവൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഖത്തറിന്റെ പ്രവാസ ഭൂമികയിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യങ്ങളായിട്ടുള്ള എല്ലാ മഹത് വ്യക്തികളും എത്തി. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റും എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഗസ്റ്റും കൂടെ നമുക്ക് എത്തിച്ചേരാനുണ്ട്. അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ ഒരു 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം കൂടി ഇവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. ICBFന്റെ മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ ബോബൻ ചേട്ടൻ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഈ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ICC ആണെങ്കിലും ICBF ആണെങ്കിലും ISC ആണെന്നുണ്ടെങ്കിലും തുടങ്ങിയിട്ടുള്ള അപെക്സ് ബോഡികളുടെ ഇത്തരത്തിലുള്ള ഭാരവാഹിത്വത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് കുറഞ്ഞത് ഒരു ദിവസം, ബോബൻ ചേട്ടാ ഇന്ന് എത്ര മീറ്റിംഗ് ഉണ്ടായിരുന്നു? ഇന്നൊരു 3 കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇനി അടുത്ത മീറ്റിങ്ങിന് അദ്ദേഹത്തിന് പോകേണ്ടതുണ്ട്. അപ്പോ നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഈ സംഗീത കലാ ആസ്വാദകർക്ക് വേണ്ടിയിട്ട് ഈ ട്രെയിലർ ലോഞ്ച് നടക്കും മുൻപേ അതിനൊരു ആശംസ അർപ്പിക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു. പ്രിയമുള്ളവരെ, ക്ഷമാപണത്തിലൂടെ നിൽക്കുന്നത് കാരണം ഇതൊന്ന് പോകേണ്ടതുകൊണ്ടാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഖത്തർ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തെ പ്രവർത്തനമൊക്കെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കലയെ സ്നേഹിക്കുന്ന ഒരുപറ്റം ആളുകൾ, കുടുംബങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഒന്നും സമയം കൂടുതൽ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഒരു കാസർഗോഡ് ടു ഖത്തർ എന്ന് പറയുന്ന ഒരു ഫിലിമിന്റെ ലോഞ്ചിങ് ആണ് നടക്കാൻ പോകുന്നത്. ട്രെയിലർ ലോഞ്ചിങ് ആണ്. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു വൻ വിജയമായി തീരട്ടെ. ഈ ഒരു വേദി നമുക്കിവിടെ ഒരുക്കി തരുന്നതിൽ ചിലവരോട് നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി ഈ കാസർഗോഡ് ടു ഖത്തർ എന്ന സിനിമയുടെ ബാക്കപ്പ്
എഡിഷനിൽ ഞങ്ങളോട് സഹകരിച്ച KPAQ എന്ന സംഘടനയോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. KPAQ സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോട് പ്രത്യേക നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ പോയിന്റ്, ബിലാദി ട്രേഡിംഗ്, ദോഹ ബ്രെഡ്, കേര ആൻഡ് കേര ബ്യൂട്ടി പാർലർ, എയ്സ് സൊല്യൂഷൻ ആൻഡ് അവർ മീഡിയ പാർട്ണർ ജസ്റ്റ് റൈറ്റ് മീഡിയ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അറിയിച്ചുകൊണ്ട് കാസർഗോഡ് ടു ഖത്തറിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ അടുത്ത ഗാനത്തിലേക്ക് കടക്കുകയാണ്. दुनिया भुला दूंगा तेरी छाँव में, मैं दुनिया भुला दूंगा तेरी चाहत में। वो दुश्मन ज़माना मुझे ना बुलाना, मैं खुद को मिटा दूंगा तेरी चाहत में। ആദ്യം നമ്മൾ പോകുന്നത് വിഷുക്കണി എന്ന ഷോർട്ട് മൂവിയുടെ ലോഞ്ചിങ്ങിലേക്കാണ്, റിലീസിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. ഖത്തറിന്റെ അവതാരകൻ എന്ന ഒരു മേഖലയിലൂടെ കടന്നുവന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റർ, 98.6 FM റേഡിയോ ജോക്കിയായിട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ ചലച്ചിത്ര താരം എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം, നമ്മുടെ സ്വന്തം ഖത്തർ മലയാളികളുടെ സ്വന്തം ചങ്ങാതിമാരിലെ ചങ്ങാതിയായിട്ടുള്ള ശ്രീ RJ സൂരജ്. RJ സൂരജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിഷുക്കണി എന്ന മൂവിയുടെ, ഷോർട്ട് മൂവിയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാം. അങ്ങേക്ക് അവിടേക്ക് ഇരുന്ന് ആ മൂവി കാണാവുന്നതാണ്. അതിനുശേഷം നമ്മളോടുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് പിന്നീട് സംസാരിക്കുന്നു. ആ ഗ്യാസിൽ തന്നെ മാറ്റി കളിച്ചാ അല്ല കരിയുക ഈ യുദ്ധം ഗൾഫ് മൊത്തം ബാധിക്കുന്നു പറഞ്ഞാൽ ശരിയാണ്. എന്നാ പിന്നെ ഇതും കൂടി ഇങ്ങനെ നല്ലോണം ഒന്ന് വെക്കട്ടോ. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കെല്ലാവർക്കും ഖത്തർ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ടീം ഒരുക്കിയ വിഷുക്കണി എന്ന ഈ ഒരു ഷോർട്ട് മൂവിയാണ്, അതിന്റെ റിലീസിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഏകദേശം 2-2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഹോം സിനിമ. കഴിഞ്ഞ 3 മാസക്കാലമായി അതിന്റെ ചിത്രീകരണ പരിപാടികളൊക്കെ നടക്കുകയും ഇന്ന് അതിന്റെ ട്രെയിലർ ലോഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ദ ഹോം സിനിമ ഈസ് കാസർഗോഡ് ടു ഖത്തർ. ഇതിന്റെ ട്രെയിലർ ലോഞ്ച് നിർവഹിക്കുന്നതിനായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കേവർക്കും പ്രിയപ്പെട്ട മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രത്തിന്
പകരക്കാരനില്ല എന്ന് നമ്മൾക്ക് പറയാം. അദ്ദേഹത്തെയാണ് നമ്മൾ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. ആട് 2 എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നമ്മുടെ ചെകുത്താൻ ലാസർ എന്ന കഥാപാത്രത്തെ അനുസരമാക്കിക്കൊണ്ട് ഇന്ന് തെന്നിന്ത്യൻ സിനിമയിലെ ബ്രഹ്മാണ്ഡ ചിത്രമായ കാന്താരയിലൂടെ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് അവരുടെ മനസ്സിൽ തന്റെ അഭിനയ മികവ് കൊണ്ട് അവരുടെ മനസ്സിൽ കുടിയിരിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ലോക സിനിമയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മളവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഖത്തർ മലയാളികളുടെ സ്വന്തം സിനിമാ നടൻ. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ഹരിപ്രശാന്ത് വർമ്മ. നമ്മൾ ഈ കാസർഗോഡ് ടു ഖത്തർ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിലേക്കാണ്. അതിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഒന്ന് നിർവഹിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ വെച്ചതാണ് ഹരികൃഷ്ണൻ. ചാണക്യന്റെ തലയാണ്. അതെ, ഞാൻ ചാണക്യൻ തന്നെയാ. ഹരിയേട്ടൻ ആദ്യം അവര് പേര് പറഞ്ഞപ്പോഴേ ഞാൻ കേട്ട് തമാശയാണ്. തോന്നുന്നുണ്ടല്ലോ. ഈശ്വര, ഇവനെന്റെ കട പൂട്ടിക്കോ? നീ ഒരു വിളിച്ചേ വന്നോളൂ. എന്റെ ഇടവന്മാരോ കുറിച്ചുകളാ ചോദിക്കും, നിനക്കും കൂടെ ആവശ്യപ്പെട്ടതാണ്. 5 or 10 കാര്യമല്ല, എന്റെ അച്ഛനോ ഒന്നും വന്നാണോ തുറക്കമ്മേ, ഓഫീസ് പോവാൻ ലേറ്റ് ആവുന്നേ. പ്രാവശ്യം പോകുമ്പോൾ വെറൈറ്റി പോക്കേക്കാം. അത് പെണ്ണെട്ടി ഞാൻ ഉപയോഗിക്കുന്നു. ഇതിലെ ഞാൻ തുടക്കത്തിലെ പറഞ്ഞാണ് നമ്മുടെ ബിസിനസ്സിലേക്ക് പലിശക്കാരെ കൂട്ടിക്കൊണ്ടിരുന്നത്. പൈസയാണോ വലുത്, മനുഷ്യത്വമല്ല ചായ. നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള ശ്രീ ഹരിപ്രശാന്ത് വർമ്മ, അതുപോലെ തന്നെ ശ്രീ RJ സൂരജ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു സിനിമ തികച്ചും മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടാണ് ഈ സിനിമ പുറത്തിറങ്ങുന്നത്. 2 മണിക്കൂറിലധികം ഉള്ള ഈ സിനിമയുടെ സംവിധായകനും അതുപോലെ തന്നെ ഇതിന്റെ ക്യാമറയും നിർവഹിച്ചിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ഇവിടെ ഒരു അറബി വീട്ടിലെ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇത്രയധികം സിനിമകൾ, വിഷുക്കണി അടക്കമുള്ള സിനിമകളിലൂടെ കടന്നു വന്നിട്ടുള്ളത്. വേദിയിലേക്ക് നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം the director and the cameraman of Kasaragod to Qatar, Shahid Putrathani. One of the best ബിസിനസ് എന്റർപ്രണർ ആയിട്ടുള്ള ഫ്യൂച്ചർ പോയിന്റിന്റെ ഒക്കെ CEO, അതുപോലെ തന്നെ എയ്സ് സൊല്യൂഷന്റെ മാനേജിംഗ് ഡയറക്ടർ ഒക്കെ ആയിട്ടുള്ള ബഹുമാന്യനായ CPA ജലീൽ സാഹിബ് വേദിയിലേക്ക് നല്ലൊരു കയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. സഹകരണത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നത്. റൌഫ് മലയിൽ, അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ സുബൈർ പാണ്ടിക്കടവത്ത്, കാസർഗോഡ് ടു ഖത്തർ എന്ന ഹോം സിനിമയുടെ ദ സ്റ്റോറി റൈറ്റർ ഷഫീഖ് പൂജന വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇതിന്റെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ളത് ശ്രീമതി അനിത ബേപ്പു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തിട്ടുള്ളത് കെയറ ആൻഡ് കെയറ ബ്യൂട്ടി പാർലറാണ്. അതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള മിസ്റ്റർ അനിൽ കാസിം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ റൌഫ് കൊണ്ടോടി വേദിയിലേക്ക് സ്വാഗതം. മീഡിയ പ്ലസിന്റെ CEO ശ്രീ അമാനുള്ള വടക്കേങ്ങര വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാലിബർ ടീമിന്റെ മിസ്റ്റർ അറഫാത്ത് കാലിബർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ISCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബഷീർ തുവാരിക്കൽ, ബഹുമാന്യനായ GP കുഞ്ചത്തുള്ള വേദിയിലേക്ക് സ്വാഗതം. ഇത്തരത്തിലുള്ള ഈ ഒരു സിനിമ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ശ്രീ ജാഫർ തയ്യിൽ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ മുസ്തഫ എലത്തൂർ എന്നിവരെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സിനിമയുടെ ഒരു പാക്കപ്പ്, അതിന്റെ അവസാന ഘട്ടത്തിൽ അതിന്റെ ലൊക്കേഷൻ ഒരുക്കി തന്നിട്ടുള്ള
KPAQയുടെ പ്രസിഡന്റ് നമ്മുടെ പ്രിയങ്കരനായ ശ്രീ ഗഫൂർ കാലിക്കറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു 1.5 മാസത്തിന് ശേഷമാണ് ഇത്രയധികം ആൾക്കൂട്ടുള്ള ഒരു പരിപാടിയിലേക്ക് വരുന്നത്. കാരണം അതിന് ഒരു അവസരം ഉണ്ടായതിൽ വലിയ സന്തോഷം. ഞാൻ ഇത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ ആലോചിക്കുക, ഷാഹിദ് പുത്തനത്താണിനെ പറ്റി പറഞ്ഞില്ലേ, അവൻ ജോലി ചെയ്യുന്നൊരു വീട്ടിലാണെന്നുള്ളത്. അവന് ജോലി ചെയ്യാൻ സമയം ഉണ്ടാവുമോ? കാരണം ഇതിന്റെ ഇടയിൽ ഇത്രയും കണ്ടന്റ് എടുക്കുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്യുന്നു, ഇത്രയധികം സാധനങ്ങൾ 2.5 മണിക്കൂറുള്ള സാധനമൊക്കെ ഔട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്രയോ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അധ്വാനം ആവശ്യം ഉണ്ടാവും തീർച്ചയായിട്ടും. ആൻഡ് അതിനിടയിൽ വേറൊരു ഷോർട്ട് മൂവി ചെയ്യുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു മറ്റേ അറേബ്യനോട്ട് വരേണ്ടത് കണ്ടത്. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ്ലി എണ്ണയിട്ട യന്ത്രം പോലെ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തല, അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരാണ്. കാരണം ഇത്രയധികം എഫേർട്ട് ഒരു കാര്യത്തിലേക്ക് ഇൻട്രസ്റ്റോടെ എടുക്കുന്ന ആൾക്ക് ഭാവിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്തിനെങ്കിലും വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ 10 മടങ്ങായിട്ട് നമുക്കത് തിരിച്ചു കിട്ടും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഉണ്ടാവട്ടെ എന്നുള്ള ആശംസ അറിയിക്കുകയാണ്. ആൻഡ് വിഷുക്കണിയുടെ സംഭവം ഇപ്പൊ ഇന്ന് വരുന്ന വഴിയിലടക്കം, ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്ന വഴിയിലടക്കം എന്റെ വൈഫ് വഴിയിലൊക്കെ എവിടെയെങ്കിലും കൊന്ന പൂത്തിട്ടുണ്ടോ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നി ആ ഒരു ഷോർട്ട് മൂവി എന്ന് പറയുന്നത്. കാരണം ഈ ഒരു വിഷുവിന്റെ ഒക്കെ സമയമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നാട്ടിലൊക്കെ പോകുന്നതാണ്. ഇവിടെ ഇപ്പോ തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് കൊന്നൊന്നും പൂത്തിട്ടില്ല. ഇനി 2 മാസമൊക്കെ കഴിയുമ്പോഴായിരിക്കും നന്നായിട്ട് പൂക്കുക. അപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ സദ്യയൊക്കെ കാഴ്ചയൊക്കെ കണ്ടു. ഇത്തവണത്തെ വിഷുവൊക്കെ എങ്ങനെയായിരിക്കും പോകുന്നുണ്ടോന്ന് അറിയാൻ പാടില്ല. എനിവേ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ആ ഒരു മൂവി, അതിന്റെ ഷോട്ടുകൾ തന്നെ പല ഇടങ്ങളിലായിട്ട് പല ദിവസങ്ങൾ, എത്ര ദിവസം എടുത്തിട്ടുണ്ടാവും? അത് 3 മാസമായിട്ട് പല ഗ്യാപ്പുകളിൽ പോയി ചെയ്തത് അല്ലെ? അടിപൊളി. യെസ്. അപ്പൊ അത്രയും എഫേർട്ട് അതിന് പിന്നിലെടുത്ത ഇവരെ തീർച്ചയായിട്ടും ഇതിന് എടുത്തു പറയേണ്ടതല്ല. നിങ്ങൾ ഇത്രയധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ലേ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ അല്ലെ? ഒരു ഇതുപോലൊരു പരിപാടിയുടെ ഒരു ലോഞ്ചിങ് സെറിമണി വരുന്ന സമയത്ത് ഇത്രയധികം ആളുകൾ ഈ ഒരു കലാകാരന്മാർക്ക്, കലയെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സപ്പോർട്ടുമായിട്ട് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ അതിന് എല്ലാവിധ ആ ഒരു സപ്പോർട്ടിനെ ഞാൻ ഒരു അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്. അടുത്തത് നമ്മുടെ ഏറ്റവും പുതിയ ചിത്രം ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന കാസർഗോഡ് ടു ഖത്തർ, കാസർഗോഡല്ല കാസർഗോഡാണ്, കാസർഗോഡ് ടു ഖത്തർ എന്ന ഹോം സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നിർവഹിച്ചുകൊണ്ട് അതിന്റെ വിശേഷങ്ങൾ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഹരിപ്രസാദ് വർമ്മ. നമസ്കാരം. കാസർഗോഡ് ടു ഖത്തർ അങ്ങനെയല്ല, ഖത്തറല്ല. എനിവേ, ഗുഡ് ഈവനിങ് എവരിബഡി. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് കാണാൻ കിടക്കുന്നു കണ്ടു. ഈ ഹോള് പോരാ. എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ആ അറപ്പകട് മാറി. ഇനി വരാൻ പോണ ഇത് സീരിയസ്ലി ഓരോ അന്ന് അറേബ്യൻ ടോപ്പ് കണ്ടപ്പോഴും ഒരു ചില സ്ഥലങ്ങളിൽ ഒരു തുടക്കക്കാരുടെ ചില മിസ്റ്റേക്കുകൾ കാണാൻ പറ്റും. പക്ഷെ സ്റ്റിൽ അവന്റെ ആ വിഷൻ അതിൽ കാണാൻ പറ്റും. ഇപ്പൊ ഈ ഷോർട്ട് മൂവിയും beautifully made, very beautifully made. Our social message was conveyed so good, it touches your heart. ആ രീതിയിൽ അത് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് മറ്റേ ട്രെയിലറെ കണ്ടുള്ളൂ, ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇത് റിലീസ് ചെയ്ത ഇത്ര ആൾക്കാരെ ടിക്കറ്റ് പോലെ അടിക്കും. അത് ഞാനിവിടെ അന്നും പറഞ്ഞതാ, ഇത് ചെറുതിൽ നിർത്തരുത്, പടം ഇറക്കി റിലീസ് ചെയ്യും, മര്യാദയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്നത്. Again, I'm so happy to see ഇങ്ങനൊരു പ്രോഡക്റ്റ്. ഇത് ഇത്രയൊക്കെ സൂരജ് പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ചെല്ലുമ്പോൾ അറിയാം ഇതൊരു ചെറിയ പണിയല്ല. അറബിക്ക് ഡ്രൈവിംഗ് അറിയാലേ, പുള്ളി തല്ലാറൊട്ടി വണ്ടി കിടക്കുന്നു ഈ സമയം കിട്ടുന്നതിലേക്ക്. സീരിയസ്ലി അതിന്റെ ഈ സ്വന്തം പണിയും അതിന്റെ ഇടയ്ക്ക് സമയം കണ്ടുപിടിച്ച് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത് അത് സോർട്ട് ചെയ്ത് ചാർട്ട് ചെയ്ത് അത് പറഞ്ഞാൽ തീരില്ല. അമ്മാതിരി പണിയാണ് സിനിമ ഇറക്കാറുള്ളത്. അത് ഈ 2.5 മണിക്കൂർ സാധനം കട്ട് ചെയ്ത് ഫൈനൽ എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കളർ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് ഇറക്കാൻ ഇത് ഇവിടെ കൊണ്ടൊന്നും നിർത്തരുത്. ഇത് പോട്ടെ, ഇനിയും ഇതേപോലെ പടങ്ങള് ഇതിലും വലിയ ഹോളുകളിൽ നമ്മൾ ലോഞ്ച് ചെയ്യും. അത് തിയേറ്ററുകളിൽ വരും, ഞാനത് കാണും. ഓൾ ദി വെരി ബെസ്റ്റ് ടു എവരിബഡി ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോജക്റ്റ്. താങ്ക് യു. ഇനി ഇതിനെക്കുറിച്ച് ഇതിന്റെ സ്റ്റോറി റൈറ്ററെ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുന്നു ഷെഫീഖ് തുജന. എക്സ്പീരിയൻസ് 2 ആളും ഉണ്ടാത്തവരാണ്.
എന്തായാലും നിങ്ങളോടൊക്കെ ഒരുപാട് താങ്ക്സ്. സ്റ്റോറി ആസ് യൂഷ്വൽ നമ്മൾ പറയാറുള്ള പോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഓരോ സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സുകൾ, അവർ ഓരോ തീമിനെ പറ്റി സംസാരിക്കും. ആ തീം വർക്കൗട്ട് ആവും, അത് ഷാഹിദിനെ ഏൽപ്പിക്കും. ഷാഹിദ് അതിന്റെ ഭംഗിയോട് കൂടിയിട്ട് ഇന്ന് വരെയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ എല്ലാവരും സ്നേഹം സഹകരണത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഒരു ദിവസത്തെ അറേബ്യൻ യൂട്യൂബറിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ ആ ഐബാക്കിന്റെ മുകളിൽ നിൽക്കണം, അതായത് നോക്കി നിൽക്കണം. അത് കഴിഞ്ഞ ശേഷം എന്നോട് മുഹമ്മദ് പറഞ്ഞു ഒരു ലൊക്കേഷൻ ഓഫീസിൽ തരാൻ പറ്റും. അപ്പൊ എന്റെ ഫ്യൂച്ചർ പോയിന്റ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, ഞാൻ ഓഫീസുകൾ റെന്റ് ഔട്ട് ചെയ്യുന്ന ഏകദേശം 12 ബിൽഡിങ്ങുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത് എനിക്കൊരു ചെറിയ ചാൻസ് ഒരു ആഗ്രഹം ഉണ്ട്. അപ്പം ചെറിയതാക്കണ്ട, വലുതാക്കാം, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാനാണെങ്കിൽ എൻ്റെ ഒരു രണ്ടാമത്തെ മകനായി ഒരു ക്യാമറയും വാങ്ങിക്കൊടുത്തു, എഡിറ്റിങ്ങും പഠിപ്പിച്ചു. ഈ ഫീൽഡിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അറബി കമ്പനിയിൽ എഡിറ്ററായിട്ട് നോക്കിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വെച്ചാൽ കഴിയില്ല, കാരണം ഓൻ അത്രയും തിരക്കാം. അതിൻ്റെ ഇടയിലാണെങ്കിൽ ഷാജിനെ കിട്ടി. ഷാജിനോട് പറയും എൻ്റെ ഒരു 4-5 101 ഞാൻ എൻ്റെ അനുഭവ കഥയിൽ എനിക്കുണ്ട്. നിങ്ങൾ കണ്ടിട്ടോ വില്ലാ പാർട്ടിഷൻ എന്നുള്ളത് ഞാൻ തന്നെ ഷാജിനെ കൊണ്ട് ചെയ്യിപ്പിച്ച സംഭവമാണ്. പ്രിയമുള്ളവരെ, വളരെ ഗംഭീരമായി നിറഞ്ഞ സദസ്സിൽ നമ്മളൊരു ഫിലിം കണ്ടിരിക്കും. നമ്മുടെ വിഷയം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിലവിലെ പ്രവാസികൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ കൃത്യമായി പകർത്തി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇപ്പോ അല്പം ശമനം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ ആ കഥാപാത്രത്തിന് ഒരു ടിക്കറ്റ് ഇപ്പൊ കൊടുത്താൽ അദ്ദേഹത്തിന് വിഷു നാട്ടിൽ അനുഭവിക്കാനാവുമെന്നുള്ള അഭിപ്രായം അത് കൃത്യമായി നമ്മൾ ഞാൻ അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും, അതുപോലെ അനിത ചേച്ചിയാണ് ഇതിന്റെ തിരക്കഥ നിർവഹിച്ചിട്ടുള്ളത്. എന്റെ നാട്ടുകാരി കൂടെയാണ്, ബൈപ്പൂരാണെങ്കിലും എന്റെ നാട്ടുകാരിയാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമസ്കാരം. നാം ജീവിക്കുന്ന ഈ കാലത്ത് ഏറ്റവും ഇതിഹാസ സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ ഒരു വാക്കുണ്ട്: നിങ്ങളൊരു കാര്യം അദമ്യമായി ആഗ്രഹിച്ചാൽ അതിന്റെ സാക്ഷാത്കാരത്തിന് ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും. ഷാഹിദ് പുത്തനത്താണി എന്ന സംവിധായകന്റെ വിഷയത്തില് വളരെ പ്രായോഗികമായ ഒരു വാചകമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാലത്ത് സിനിമാ മോഹവുമായി തിരൂരിലെ സിനിമാ തിയേറ്ററുകളിൽ ഒന്നിനു പിറകെ ഒന്നായി സിനിമകൾ കണ്ടു നടന്ന ഒരു കാലം ഷാഹിദിന്റെ ജീവിതത്തിലുണ്ട്. അവിടെ നമ്മോട് തുടങ്ങിയ ആ യാത്ര സിനിമയിൽ അഭിനയിച്ചും ആളുകളെ അഭിനയിപ്പിച്ചും മികച്ച സൃഷ്ടികൾ പരിചയപ്പെടുത്തിയും അദ്ദേഹം തുടരുകയാണ്. ഷാഹിദ് പുത്തനത്താണിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഇത്രയും നേരം നമ്മുടെ വിശിഷ്ടാതിഥികളൊക്കെ തന്നെ പറഞ്ഞതുപോലെ ഈ സിനിമ വൻ വിജയമാവട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. ഷാഹിദ് പുത്തനത്താണി എന്ന ഡയറക്ടർക്ക് ഇനിയും കൂടുതൽ വർക്കുകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഖത്തറിന്റെ മണ്ണിൽ നിന്നും പുതിയ അഭിനേതാക്കൾ കടന്നു വരട്ടെ എന്ന് കൃത്യമായി സ്നേഹപൂർവ്വം എല്ലാവരോടും ഉള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ ആശംസകൾക്ക്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഈ ടീമിന്റെ പേരിൽ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഖത്തറിലെ പ്രിയങ്കരിയായിട്ടുള്ള കലാകാരി വിവിധ സ്റ്റേജുകളിലൊക്കെ നമ്മളുടെ മുൻപിൽ ചിത്രങ്ങൾ തീർത്തുകൊണ്ട് വളരെയധികം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള രോഷിനി ടീച്ചറെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജോലിയുടെ ഇടയിലും നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു ഫിലിം ഞാൻ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു രീതിയിലൊക്കെ പോയി. എന്നാലും അത്രയും നല്ല എന്താ ഞാൻ പറയാ, എനിക്ക് പറയാൻ വാക്കുണ്ട്, അത്രയും നന്നായിട്ടുണ്ട്. ഇസ്ഹാഖ്, നിസാർ, ബിജു അഷ്റഫ്, അമൽ, ഷിബു, ഫിറോസ്, സുനിൽ, അനിത ബേപ്പൂർ, ബാനു, മെഹറുനിസ,
റെമി, അലി വടകര, ബഷീർ ഓമശ്ശേരി, നെഡി ഫ്രാൻസിസ്, ജോരി, ഖാലിദ് കല്ലു, അബ്ദുള്ള മൊഗേരി, അനസ് കാസർഗോഡ്, സെലീന, ഉനൈസ്, മുന്നാബായ്, അതുപോലെ തന്നെ വിഷുക്കണി എന്ന സിനിമയിൽ വേഷം ചെയ്തിട്ടുള്ള ശ്രീമതി വാണി സുമി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. ഇസാഖ് ഇസു, അതുപോലെ തന്നെ നിസാർ, ബിജു അഷ്റഫ്, അമൽ, ഷിബു, സുനിൽ, അനിത ബേപ്പൂർ, ബാനു, മെഹറുനീസ, റെനി, അലി വടകര, ബഷീർ ഓമശ്ശേരി, നെഡി ഫ്രാൻസിസ്, അബ്ദുള്ള മൊഗേരി, ഷാഹിദ് പുത്തനത്താണി, അനസ് കാസർഗോഡ്, സെലീന, ഉനൈസ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് കാസർഗോഡ് ടു ഖത്തർ എന്ന സിനിമയുടെ കാസർഗോഡുകാരനായിട്ട് അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ഇസാഖിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും എന്ത് കഥ പ്രായത്തനല്ലേ വിഷയം ശ്രദ്ധിച്ചു മൊത്തം വില്ലിനെ കാണാൻ നല്ല ചെയ്തതാ. പിന്നെ എല്ലാവർക്കും പ്രായത്തിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വിചാരിച്ചാൽ ഈ കുറെ കാലത്തിന് ശേഷം നിങ്ങൾ എല്ലാവരും ഒന്ന് മുലാഖാത്തിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഉറപ്പിച്ച നമ്മളെ പ്രകാന്ത് എല്ലാ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചോളം ഡ്യൂട്ടിന്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് മണിക്കൂറുകളിൽ ഇങ്ങനെ ലാഗ് അങ്ങനെ പോയിട്ട് ഷാഹിദ് ഓരോ സമയത്ത് ഇങ്ങനെ പോയി ഡ്യൂട്ടിന്റെ പ്രശ്നങ്ങളെല്ലാം വിളിച്ചിട്ട് രാത്രി 3 ഷർട്ട് എടുത്തിട്ട് വരണേ. ഇന്നലെ എടുത്ത ഷർട്ട് എടുത്തിട്ട് വരില്ല. അതെല്ലാം ചെല്ലിട്ട് അതിന്റെ ടെൻഷൻ വേറെ. ഇവിടെ വന്നതിന് ഷർട്ട് ഇട്ട് തന്നെ പിന്നിട്ടിട്ട് കഴിഞ്ഞിട്ട് ബാക്കി നല്ല ചെയ്തിട്ട് അങ്ങനെ കുറെ കഥയാണ് ഇതിന്റെ ബാക്കിൽ പറയാൻ. നമസ്കാരം. ഓണക്കാലത്ത് പറഞ്ഞത് ബാക്കി ഞാൻ കണ്ടില്ലേ മാവേലി. അപ്പൊ ഒരുപാട് വിഷു നമുക്ക് എന്തെങ്കിലും റോള് ചെയ്യണോ? നിങ്ങൾ ഞാൻ കൊണ്ട് വരാം. അത് നടക്കുമോ? ഓക്കെ. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം പ്രവാസ ലോകത്ത് നിന്നിട്ട് ഈ ഒരു വലിയൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് നൈസാറ് പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഷാഹിദ് പുത്തനത്താണി ചെയ്തിരിക്കുന്നത്. അതൊരു ചെറിയൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് മാത്രമല്ല ദോഹയിലെ ഒരുപാട് എന്താ പറയുക ഷാഹിദ് പുത്തനത്താണിയെ പോലെ തന്നെ ഒരുപാട് താഴ്ന്ന ഘടകത്തിലുള്ള അതായത് ദിവസം ജോലിക്ക് പോയി ഹോട്ടലായിട്ട് പല ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടി പറഞ്ഞതുപോലെ ജോലി സമയം കഴിഞ്ഞിട്ടും രാവിലെ വരെ ഉറക്കമൊഴിഞ്ഞ് ഷൂട്ടിംഗ് ചെയ്തിട്ട് ഇതിന്റെ ഭാഗമായിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഇവർക്കെല്ലാം ഒരു നല്ല കൈയ്യടി കൊടുക്കും. സംസാരിച്ചതിൽ പരിചയമൊന്നുമില്ല. ഞാനിതിൽ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാല് അറേബ്യൻ യൂട്യൂബറിന്റെ ദിലി ഇതേമാതിരി ഒരു കാണിയായിട്ട് വന്നതാണ്. അപ്പം ഷാഹിദിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അറബി വീട്ടിലാണ്. അപ്പൊ അവനോട് ഒരു പ്രത്യേക മുഹബത്ത് തോന്നി. അപ്പൊ ഞാൻ ഓനായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഓനെ നമ്പർ വാങ്ങി. ഓനോട് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓനി എന്നെ വിളിച്ചു. ഞാൻ വന്നു. ഈ ഇതിനെ കുറിച്ച് അറിയാത്ത ഈ അഭിനയത്തിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഞങ്ങളൊക്കെ അഭിനയിപ്പിക്കുക എന്ന വലിയൊരു ടാസ്ക്കാണ്. കാരണം അഭിനയിക്കാൻ അറിയുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓരൊക്കെ ഒഴിവാക്കിയിട്ട് അഭിനയം പഠിപ്പിച്ചിട്ട് അഭിനയിക്കുകയാണ്. പിന്നെ ഞാൻ സ്കൂൾ ബസ് ഡ്രൈവറാണ്. അപ്പൊ ഞാൻ രാത്രി ഇതേപോലെ 10 മണിക്ക് ഡ്യൂട്ടി കഴിയുമെന്നുണ്ടെങ്കിൽ ഹൗസ് ഡ്രൈവർ ആയതുകൊണ്ട് ഡ്യൂട്ടി കഴിയുമെന്നുണ്ടെങ്കിൽ 10 മണി ഒക്കെ ആവും. അപ്പൊ ഇവർ പറഞ്ഞ് കഫീലിന് വണ്ടി ഓട്ടാൻ അറിയില്ല. കഫീലിന് വണ്ടി ഓട്ടാൻ അറിഞ്ഞാലും കഫീൽ വണ്ടി ഓട്ടില്ല. ഒന്ന് പിന്നെ അതിനൊക്കെ ഓരോ പണി മുഴുവൻ കഴിഞ്ഞിട്ട് ഓരോ ഉറക്കം ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. പണി ഒഴിവാക്കിയിട്ട് ഓൻ വരുന്നില്ല. Thank you.
സംഗീതമേ ഭൂമി വാഴമേ